ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത അളക്കേണ്ടത് അവിടുത്തെ കോർപ്പറേറ്റ് ലാഭക്കണക്കുകൾ നോക്കിയല്ല, മറിച്ച് അവിടുത്തെ സാധാരണക്കാരന്റെ അടുക്കളയിൽ എത്ര സമാധാനത്തോടെ അടുപ്പ് പുകയുന്നു എന്ന് നോക്കിയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ഇന്ത്യയിലെ സാധാരണക്കാരനും ചെറുകിട കച്ചവടക്കാരും ഭയത്തോടെയും ആശങ്കയോടെയുമാണ് ഓരോ പുലരിയും അഭിമുഖീകരിക്കുന്നത്. ജനങ്ങളുടെ ജീവിത ചെലവുകൾ നിയന്ത്രണാതീതമായി കുതിച്ചുയർന്ന സാഹചര്യത്തിൽ പാചകവാതക വില വീണ്ടും കുത്തനെ കൂട്ടിയ എണ്ണക്കമ്പനികളുടെ നടപടി രാജ്യവ്യാപകമായി കടുത്ത ജനരോഷത്തിന് കാരണമായിരിക്കുകയാണ്. ഇത് കേവലം ഒരു സിലിണ്ടറിന്റെ വിലവർദ്ധനവ് മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ മാസ ബഡ്ജറ്റിനെ, ഒരു ചെറുകിട കച്ചവടക്കാരന്റെ ജീവന ഉപാധിയെ, രാജ്യത്തെ ഹോട്ടൽ റെസ്റ്റോറന്റ് വ്യവസായത്തിന്റെ നിലനിൽപ്പിനെ തന്നെയാണ് ഈ തീരുമാനം തകിടം മറിച്ചിരിക്കുന്നത്. പെട്രോളും ഡീസലും പാലും പച്ചക്കറിയും ഒന്നിനു പുറകെ ഒന്നായി വിലക്കയറ്റത്തിന്റെ പുതിയ റെക്കോർഡുകൾ കുറിക്കുമ്പോൾ ജനങ്ങളുടെ വാങ്ങൽ ശേഷി ഇടിയുകയും രാജ്യം കടുത്ത സാമ്പത്തിക അസന്തുലിതാവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യുകയാണ്. പൊതുമേഖലാ എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ച പുതിയ വിലവർദ്ധനവ് ചെറുകിട വ്യവസായ മേഖലയ്ക്ക് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള 19 കിലോയുടെ LPG സിലിണ്ടറിന് ഒറ്റയടിക്ക് 42 രൂപയാണ് വർദ്ധിപ്പിച്ചത്. പുതിയ വിലവർദ്ധനവ് പ്രാബല്യത്തിൽ വന്നതോടെ രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില 3130.50 രൂപയായി ഉയർന്നു. ഈ വിലവർദ്ധനവിന്റെ ക്രൂരത മനസ്സിലാക്കണമെങ്കിൽ ഇതിന് തൊട്ട് മുൻപ് നടന്ന വിലവർദ്ധനയുടെ ചരിത്രം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. മെയ് മാസം ആദ്യവാരത്തിൽ വാണിജ്യ സിലിണ്ടറുകൾക്ക് 993 രൂപയോളം കുത്തനെ കൂട്ടിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വിലക്കയറ്റം കച്ചവട മേഖലയ്ക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള അനിശ്ചിതത്വമാണ് സൃഷ്ടിക്കുന്നത്. വാണിജ്യ സിലിണ്ടറുകൾക്ക് പുറമെ 5 കിലോയുടെ ഫ്രീ ട്രേഡ് LPGയുടെ സിലിണ്ടറുകളുടെ വിലയിലും 11 രൂപയുടെ വർധനവ് വരുത്തിയിട്ടുണ്ട്. ഇതോടെ 5 കിലോ സിലിണ്ടറിന്റെ വില ഡൽഹിയിൽ 821.50 രൂപയായി ഉയർന്നു. തെരുവ് കച്ചവടക്കാരും തട്ടുകടക്കാരും ചെറിയ ചായക്കട നടത്തുന്നവരുമാണ് പ്രധാനമായും ഈ 5 കിലോ സിലിണ്ടറുകളെ ആശ്രയിക്കുന്നത്. അവരുടെ നിത്യവരുമാനത്തിൽ നിന്ന് വലിയൊരു പങ്ക് ഈ വിലവർധനവിലൂടെ എണ്ണക്കമ്പനികൾ കൈക്കലാക്കുകയാണ്. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ നിലവിൽ മാറ്റമില്ലെന്ന് അധികാരികൾ പറയുന്നുണ്ടെങ്കിലും വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ ഉണ്ടാകുന്ന ഈ ഭീമമായ വർധനവ് പൊതുവിപണിയിൽ പരോക്ഷമായി വലിയ വിലക്കയറ്റത്തിന് കാരണമാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. രാജ്യത്തെ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്നതും സാധാരണക്കാരായ ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഉപജീവനത്തിനായി ആശ്രയിക്കുന്നതുമായ മേഖലയാണ് ഹോട്ടൽ, കാറ്ററിംഗ്, ബേക്കറി വ്യവസായം. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധികളിൽ നിന്നും ഈ മേഖല കഷ്ടിച്ച് കരകയറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അടച്ചുപൂട്ടലുകളും നിയന്ത്രണങ്ങളും കാരണം കടക്കെണിയിലായ ഹോട്ടൽ ഉടമകൾ വലിയ പലിശയ്ക്ക് കടമെടുത്തും സ്വർണം പണയം വെച്ചുമാണ് തങ്ങളുടെ സ്ഥാപനങ്ങൾ വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയത്. എന്നാൽ ആശ്വാസത്തിന്റെ ഒരു ചെറിയ കിരണം പോലും കാണാൻ അനുവദിക്കാതെയാണ് പാചകവാതക വിലയുടെ രൂപത്തിൽ അടുത്ത പ്രഹരം ഏറ്റിരിക്കുന്നത്. നിലവിൽ ഹോട്ടൽ ഉടമകൾ നേരിടുന്നത് ക്രൂരമായ ഇരട്ട പ്രതിസന്ധിയാണ്. പാചകവാതകത്തിനും മറ്റ് നിത്യോപയോഗ സാധനങ്ങൾക്കും വില കൂടിയ പശ്ചാത്തലത്തിൽ ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാതെ ഹോട്ടലുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ വില കൂട്ടിയാൽ ജനങ്ങളുടെ പോക്കറ്റ് ചോരുമെന്നതിനാൽ അവർ ഹോട്ടലുകളിൽ നിന്നും അകന്നു നിൽക്കും. ഇത് കച്ചവടം പകുതിയായി കുറയാൻ കാരണമാകും. ഉപഭോക്താക്കളെ നിലനിർത്താൻ വേണ്ടി പഴയ വിലയ്ക്ക് തന്നെ ഭക്ഷണം നൽകിയാൽ ദിവസേനയുണ്ടാകുന്ന വലിയ നഷ്ടം താങ്ങാനാകാതെ സ്ഥാപനം പൂട്ടിപ്പോകേണ്ടി വരും. വലിയ റെസ്റ്റോറന്റുകൾക്ക് ഒരു പക്ഷേ ഈ പ്രതിസന്ധിയെ കുറച്ചു കാലം താങ്ങാൻ കഴിഞ്ഞേക്കും. എന്നാൽ നമ്മുടെ നാട്ടിലെ സാധാരണ തട്ടുകടകൾ, ചെറിയ നാടൻ ഹോട്ടലുകൾ, ബേക്കറികൾ, കുടുംബശ്രീ യൂണിറ്റുകൾ എന്നിവയ്ക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. കടവാടക, ജീവനക്കാരുടെ ശമ്പളം, വൈദ്യുതി ബില്ല് എന്നിവയ്ക്കൊപ്പം പാചകവാതക ചെലവ് കൂടി ഇരട്ടിയാകുമ്പോൾ ഈ മേഖലയിലെ പല ചെറുകിട സംരംഭങ്ങളും എന്നേക്കുമായി ഇല്ലാതാകാൻ പോവുകയാണ്. ഹോട്ടൽ ഭക്ഷണത്തിന്റെ വില വർദ്ധിക്കുന്നത് കേവലം ആഡംബരമായി പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നവരെ മാത്രമല്ല ബാധിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ തങ്ങളുടെ നിത്യജീവിതത്തിലെ ഭക്ഷണത്തിനായി ഹോട്ടലുകളെ ആശ്രയിക്കുന്നവരാണ്. ദൂരദേശങ്ങളിൽ വന്ന് നിർമ്മാണ മേഖലയിലും മറ്റും ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സ്വന്തമായി പാകം ചെയ്ത് കഴിക്കാൻ സാഹചര്യം ഉണ്ടാകാറില്ല. അവർക്ക് 3 നേരത്തെ ഭക്ഷണത്തിന് ഹോട്ടലുകളെയോ തട്ടുകടകളെയോ ആശ്രയിക്കേണ്ടി വരുന്നു. കോളേജുകളിലും കോച്ചിങ് സെന്ററുകളിലും പഠിക്കുന്നതിനായി വീട് വിട്ട് ഹോസ്റ്റലുകളിലും ലോഡ്ജുകളിലും താമസിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രധാന ആശ്രയം ചെറുകിട ഹോട്ടലുകളാണ്. നഗരങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾ തങ്ങളുടെ ഭക്ഷണത്തിനായി ഹോട്ടലുകളെ മെസ്സിനെയുമാണ് ആശ്രയിക്കുന്നത്. ചായയ്ക്കും ഊണിനും ലഘുഭക്ഷണങ്ങൾക്കും വരും ദിവസങ്ങളിൽ വില കൂട്ടാൻ ഹോട്ടൽ ഉടമകൾ നിർബന്ധിതരാകുമ്പോൾ അത് ഈ വിഭാഗങ്ങളുടെ എല്ലാം പ്രതിമാസ ചെലവുകൾ ഗണ്യമായി വർദ്ധിപ്പിക്കും. ഉദാഹരണത്തിന് ഒരു സാധാരണ ഊണിന് 10 രൂപയോ 20 രൂപയോ വർദ്ധിച്ചാൽ പോലും ഒരു മാസം അത് വരുത്തുന്ന അധിക ചെലവ് സാധാരണക്കാരന്റെ മറ്റ് പല ആവശ്യങ്ങളെയും ബാധിക്കും. വിലക്കയറ്റത്തിനൊപ്പം രാജ്യം നേരിടുന്ന മറ്റൊരു വലിയ ഭീഷണിയാണ് വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാവുന്ന പാചകവാതക ക്ഷാമം. അന്താരാഷ്ട്ര വിപണിയിലെ വിതരണ ശൃംഖലയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും ആഭ്യന്തര വിപണിയിലെ കടുത്ത നിയന്ത്രണങ്ങളും
കാരണം വരും മാസങ്ങളിൽ LPG സിലിണ്ടറുകളുടെ ലഭ്യതയിൽ കടുത്ത കുറവുണ്ടാകുമെന്നാണ് ഊർജ്ജ മേഖലയിലെ വിദഗ്ധർ നൽകുന്ന സൂചന. റഷ്യ-യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യയിലെ അശാന്തി തുടങ്ങിയ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ക്രൂഡ് ഓയിൽ LPG ഇറക്കുമതിയെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് സിലിണ്ടറുകൾ യഥാസമയം വിതരണം ചെയ്യാൻ കഴിയാതെ വന്നാൽ അത് വിപണിയിൽ ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾ യഥാസമയം വിതരണം ചെയ്യാൻ കഴിയാതെ വന്നാൽ അത് വിപണിയിൽ പൂഴ്ത്തിവെപ്പിനും കരിഞ്ചന്തയ്ക്കും കാരണമാകും. വാണിജ്യ സിലിണ്ടറുകൾ കിട്ടാതാകുമ്പോൾ ഹോട്ടലുകളുടെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിക്കും. ഇതിന്റെ ആഘാതം വരും ദിവസങ്ങളിൽ ഗാർഹിക മേഖലയിലേക്കും പടരാനുള്ള സാധ്യതയുണ്ട്. വീട്ടമ്മമാർ സിലിണ്ടറുകൾക്കായി ആഴ്ചകളോളം ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ടി വരുന്ന പഴയൊരു കാലത്തിലേക്ക് രാജ്യം വീണ്ടും മടങ്ങുമോ എന്ന ഭീതിയിലാണ് ജനങ്ങൾ.